Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1144 മലയാളം മാങ്ക എക്സ്പ്ലനേഷൻ ആണ്. പിന്നെ കഴിഞ്ഞ വൺ പീസിന്റെ വീഡിയോ എടുത്ത് നമ്മൾ ചെറിയൊരു ടാർഗറ്റ് വെച്ചിരുന്നു, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല. അതിനർത്ഥം നിങ്ങളുടെ സപ്പോർട്ട് നൈസ് ഒന്ന് കുറഞ്ഞെന്നല്ലേ ഗൈസ്. ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുവാണ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് പറയാൻ മറക്കല്ലേ. കാര്യം നിങ്ങൾ കമന്റ് ചെയ്താലേ അത് നമുക്ക് കുറച്ചുകൂടെ നന്നാക്കി അടുത്ത വീക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ മടിക്കാതെ തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഈ വീഡിയോസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. എന്തായാലും കൂടുതൽ സംസാരിച്ച് ഞാൻ നിങ്ങൾ ഒട്ടും തന്നെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ചാപ്റ്ററിന്റെ പേര് എ ടൈം ഓഫ് വാരിയേഴ്സ് ആണ്. അത് മാത്രമല്ല കവർ പേജിന്റെ അത് നമ്മുടെ യാമറ്റോ ഉണ്ടല്ലോ, പുള്ളിക്കാരി ഹ്യൂഹുവിനൊക്കെ ഡിഫീറ്റ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ രക്ഷിക്കുന്നുണ്ട്. ഇനി ഒഫീഷ്യലി ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ഫ്രാങ്കിനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരനായിട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്, എന്താണ് ഇതെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പൊ റിപ്ലൈ പറയുന്നുണ്ട്, നിനക്ക് കണ്ടിട്ട് എന്തായിട്ട് തോന്നുന്നു? സത്യം പറഞ്ഞാൽ ഇത് കുറെ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഉള്ളൊരു സാധനമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയായിരുന്നു നിനക്കിത് ഇഷ്ടപ്പെടുമെന്ന്. ഒന്നുമില്ലെങ്കിലും നീ ഒരു സൈബോർഗ് അല്ലേ? അപ്പൊ ഫ്രാങ്ക് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ ഇവിടെ വന്നു? നിങ്ങളുടെ ഒരു കൺട്രിയിൽ അല്ല ഇതുപോലത്തെ ഒരു കൺട്രിയിൽ ഇത്രയും വലിയ ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടെന്ന് ഒരു സൗണ്ട് കേട്ട് മുകളിലേക്ക് നോക്കുന്നുണ്ട്. അവിടെ ആയിട്ട് നമ്മുടെ വെഗാപങ്കും അതേപോലെ ബോണി ഉണ്ടായിരുന്നു. നമ്മുടെ വെഗാപങ്ക് പറയുന്നുണ്ട്, എനിക്കറിയാമായിരുന്നു ഫ്രാങ്കി നീ ഇവിടേക്ക് തന്നെ വരുമെന്ന്. ലിലിത്ത്, ബോണി, നിങ്ങൾ എന്നെ ഇവിടെ ചെയ്യുന്നത്? സത്യം പറയാലോ, ഞങ്ങൾക്ക് ചെറുതായിട്ട് വഴി തെറ്റിപ്പോയതാണ്. കൊള്ളാം, ഇത്രയധികം ജീനിയസ് ആയുള്ള നിനക്ക് വരെ വഴി തെറ്റും. അങ്ങനെയാണോ? അങ്ങനെയാണെന്ന് നിങ്ങളെ കണ്ടത് നന്നായി. കാര്യം കുറച്ച് മുമ്പ് ഒരു ഹോൺ കിട്ടിയിരുന്നു. ഇനി നമുക്ക് ഈ വുഡ്സിൽ നിൽക്കുന്നത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല. അല്ല റിപ്ലൈ, ഈ ഒരു ഫെസിലിറ്റീസ് എനിക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ സാധിക്കത്തില്ല. ഞാൻ നോക്കിയിട്ട് എങ്ങനെ പോയാലും ഇതിന് 3000 വർഷങ്ങളും പഴക്കമുണ്ട്. ഫ്രാങ്ക് കിടന്ന് അപ്പ തന്നെ കാര്യം 3000 വർഷമോ? നീ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത്? അങ്ങനെ വരാൻ വഴിയൊന്നുമില്ല. അപ്പൊ നമ്മുടെ റിപ്ലൈ പറയുന്നുണ്ട്, സത്യം പറയാലോ, ഞങ്ങൾ ലോക്കൽസ്, ഇവിടെ താമസിക്കുന്ന ഞങ്ങൾക്ക് ലോക്കൽസിനെ പോലും ഈ ഒരു ബിൽഡിങ്ങിന്റെ ഒറിജിനെ കുറിച്ച് ഒന്നും തന്നെ അറിയാൻ മേല. അങ്ങനെയാണോ? എന്തായാലും സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഇതിന്റെ പുതിയ വീടാക്കി എടുത്താലോ എന്ന് ആലോചിക്കുവാണ്. അപ്പൊ തന്നെ നമ്മുടെ ബോണി കിടന്ന് കാർന്നുണ്ട്. എന്ത് പറ്റിയെന്ന് പറഞ്ഞവർ തിരിഞ്ഞു നോക്കാത്ത പെട്ടെന്ന് അവരുടെ പുറകിൽ ഒരു വലിയ കാർമേഘം വന്നിരിക്കുവാണ്. ഫ്രാങ്ക് ഞെട്ടിത്തരിച്ചു പോകും. സത്യം പറഞ്ഞാൽ ഈ എൽബഫ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് സർപ്രൈസ് ആണെന്നല്ലോ. അപ്പൊ റിപ്ലൈ പറയുകയും ചെയ്യും, അല്ല അത് ഇവിടെയുള്ള ഒരു സംഭവമല്ല, അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വെസ്റ്റേൺ വില്ലേജായിട്ട് അവിടെയായിട്ട് നേരത്തെ ഷിപ്പ് അറ്റാക്ക് ചെയ്ത ആ ഒരു വലിയ മോൺസ്റ്റർ ഉണ്ടല്ലോ, അത് അവിടേക്ക് വന്നിട്ടുണ്ട്. ഇത് കണ്ടിരുന്ന എല്ലാ ജെൻസും പെട്ടെന്ന് തന്നെ അവരുടെ വെപ്പൺസ് ഒക്കെ എടുത്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. നമ്മുടെ ബ്രോക്കിനായിട്ട് ഇത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. കാര്യം ഒരു വലിയ ഞാൻ വന്നതാണ് അവൻ ചോദിക്കുന്നത്. ഇതേ സമയം ബാക്കിയുള്ള ജയൻസ് നമ്മുടെ ഉസോപ്പിനെ ബാക്കിയുള്ളവരെല്ലാവരും സേഫ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തിക്കാന്ന് പറയുന്നുണ്ട്. അയ്യോ അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഈ ഫൈറ്റിന് അത് ഹെൽപ്പ് ചെയ്യണമെന്ന് നമ്മുടെ ഉസോപ്പ് പറയുന്നുണ്ടെങ്കിൽ അവരതൊന്നും കേൾക്കുന്നില്ലായിരുന്നു. പെട്ടെന്ന് മറ്റൊരു സ്ഥലത്ത് നമ്മുടെ കോളം കണ്ടത് ബഹളം ഉണ്ടാക്കുകയാണ്. ഞാനൊരു വാരിയറാണ്, ഞാൻ ഈ ഫൈറ്റിനകത്തൊക്കെ വരുമെന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അങ്ങോട്ട് മാറി നിൽക്കാൻ നോക്ക്, നീ ഗബാനൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവനെ തട്ടി താഴ്ത്തി വിടുന്നുണ്ട്. ഇതേ സമയം നാമി കിടന്ന് കാറുന്നുണ്ട്. ജാറുൾ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു. എന്നിട്ട് ആ ഷാംറോക്കൊക്കെ അറ്റാക്ക് ചെയ്ത ആ ജയൻസ് ഇല്ലേ, അവരുടെ അടുത്തേക്ക് നമ്മുടെ ജാറുൾ ചെല്ലുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, എന്ത് റെഡ് ഹെയർ ഷാങ്സിനെ പോലിരിക്കുന്ന ഇൻട്രൂഡറോ? നീ എന്തോ നീ പറയുന്നതുമില്ല. ആ കൂട്ടത്തിൽ ഒരാൾക്ക് ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള ഒരു പവേഴ്സും ഉണ്ട്. അപ്പൊ നമ്മുടെ ജിംബെ പറയുന്നുണ്ട്, നമ്മുടെ ഈ ലോകത്ത് എന്തെങ്കിലും വിയേർഡ് ആയിട്ട് സ്ട്രേഞ്ച് ആയിട്ടുള്ള പവേഴ്സ് ഉണ്ടെങ്കിൽ അത് ഡെവിൾ ഫുഡിൽ നിന്ന് വന്ന പവേഴ്സ് ആയിരിക്കും. എത്രയും പെട്ടെന്ന് എല്ലാവരോടും പറയാൻ നോക്ക്. സ്ട്രോ ഹാറ്റ്സ് അല്ലാതെ 2 മനുഷ്യർ കൂടെ എൽബഫ് കാലുകുത്തിയിട്ടുണ്ട്. അവരെ കുറിച്ച് ഫുൾ റിപ്പോർട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം. അവർ ആരാണ് എന്താണെന്നൊക്കെ ഇപ്പൊ തന്നെ കിട്ടണം. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഉറപ്പല്ലേ 2 പേര് മാത്രമേ ഉള്ളെന്ന്? കാര്യം ഇതൊക്കെ കണ്ടിട്ട് 2 പേരാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് നമ്മുടെ ബ്രോക്ക് പറയുന്നുണ്ട്. ഇവന്മാരെന്ത് നായകളാണല്ലേ, പിള്ളേരൊക്കെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പൊ ജാറുൾ പറയുന്നുണ്ട്, എന്തായാലും എന്തൊക്കെ വന്നാലും അവന്മാർ ഇവിടുന്ന് ചുമ്മാ പോകത്തില്ല. ജാറുൾ, ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഹ്യൂമൻ സൈസിൽ ഒരു ബോട്ട് ഒപ്പിച്ച് തരുക. എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റ് ആണ്, അതുകൊണ്ട് മര്യാദക്ക് വരടുത്ത് സേഫ് ആയിട്ട് നിൽക്കാൻ നോക്ക്. ഈ പ്രശ്നം ഞങ്ങൾ നോക്കിയോളാം. എന്നിട്ട് ജാറുളൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ബാക്കിയുള്ളവർക്ക് ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല. നമുക്കും ചെല്ലണം. കാര്യം ജയൻസിന് ജയന്റ് ആയുള്ളവരെ നോക്കാമല്ലോ, നമുക്ക് ആ ഇൻട്രോഡ്യൂസിനെ പിടിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉസോപ്പൊക്കെ കിടന്ന് കാറുന്നുണ്ട്. ഇതേ സമയം നാമി ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ കൊളോണായിട്ട് ഒരു ഷിപ്പിലേക്ക് കുറേയധികം സാധനങ്ങൾ വലിച്ചെടുത്തിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവരോട് നിന്ന് പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ നിങ്ങൾ എന്റെ ഷിപ്പിൽ കൊണ്ടുപോകാം, പക്ഷേ ഈ ഷിപ്പിലെ ക്യാപ്റ്റൻ അത് ഞാനായിരിക്കും. അങ്ങനെ ഇത്ര സീരിയസ് ആയിട്ടുള്ള സ്ഥലത്ത് ചെറിയൊരു കോമഡി ആയിട്ട് നമ്മുടെ കൊളോൺ പൈരേറ്റ്സ് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗുങ്കോനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരായിട്ട് അവിടെ നിന്ന് പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷോമിസ് ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് ഏതാണ്? അപ്പൊ ഗുങ്കോ പറയുന്നുണ്ട്, അത് ന്യൂ വേൾഡ് ആണെന്ന്. ഈ ന്യൂ വേൾഡ് ഏതാണെന്ന് മനസ്സിലായോ? നമ്മുടെ ബ്രോക്കിന്റെ പാട്ടാണ് ന്യൂ വേൾഡ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇങ്ങനത്തെ പാട്ടൊക്കെ വന്ന് നമ്മുടെ ഷോമിസ് കിടന്ന് കാരണം അത് കിലിംഗം പറയുന്നുണ്ട്, എടാ അത് ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമാണ്, അവരുടെ കാര്യത്തിൽ നീ എന്തിനാണ് തലയിടാൻ പോകുന്നത്? അവിടുന്ന് പോകുന്നത് നമ്മുടെ സോളിന്റെ അടുത്തേക്കാണ്. പുള്ളിക്കാരൻ്റെ ഷീൽഡായിട്ട് ഈ പിള്ളേരുടെ വട്ടം വന്ന് നിൽക്കുവാണ്. കാര്യം ഇവർ വരാൻ നേരത്ത് ഇവിടെ ഇടിച്ചു നിൽക്കുമല്ലോ, ആ ഒരു മൈൻഡിലാണ് പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്നത്. പുള്ളി വിചാരിച്ചതുപോലെ തന്നെ ആ പെങ്കൊച്ചി അവിടെ ഒന്ന് ഇടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ അവളുടെ പുറകിൽ പെട്ടെന്ന് മറ്റൊരു പെങ്കൊച്ചി ഒന്ന് ഇടിച്ചു നിൽക്കാത്ത അവർക്ക് 2 പേർക്കും വേദന എടുക്കുകയും അവർ 2 പേരും കിടന്ന് കാറുകയും ചെയ്യും. ഇത് കാണുന്നിടത്ത് നമ്മുടെ സോളിന് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റില്ലായിരുന്നു. പുള്ളിക്കാരൻ പേടിച്ച് സൈഡിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ നമ്മുടെ റോബിൻ പറയുകയും ചെയ്യും,
സോൾ എനിക്ക് ഉറപ്പാണ് ഇത് ഏതെങ്കിലും ഒരു ഡെവിൽ ഫ്രൂട്ടിന്റെ പവറാണ്. അതിൽ എന്താണെങ്കിൽ കൂടി നമുക്ക് അവരെ ചുമ്മാ വിടാൻ പറ്റത്തില്ലല്ലോ. അവർ പോകുന്നത് തീയിലേക്കാണ്. എന്നിട്ട് നമ്മുടെ സോളായിട്ട് ഒരു കയറെടുത്ത് നേരെ എറിഞ്ഞ് ഒരു ചെറുക്കനെ പിടിക്കുന്നുണ്ട്. അവരായിട്ട് ആ ആരോയിൽ നിന്ന് പതുക്കെ മാറിയിട്ടുണ്ടെങ്കിലും പെട്ടെന്നായിരുന്നു നമ്മുടെ സോളിന്റെ പുറകിൽ ഒരു വലിയൊരു ഫോക്സ് വരുന്നത്. ഇതേ സമയം നമ്മുടെ വെസ്റ്റ് വില്ലേജിലുള്ള ജയൻസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു വലിയൊരു മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്തിരുന്നു. പക്ഷെ അതത്ര എളുപ്പമല്ലായിരുന്നു. കാര്യം അവർക്കും കുറേയധികം ഡാമേജസ് കിട്ടിയിട്ടുണ്ട്. ഒരുത്തനൊക്കെ ഒന്ന് എഴുന്നേക്കാൻ പോലും പറ്റാതെ താഴേക്കും കിടപ്പുണ്ട്. എന്നാൽ അവരൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് നിൽക്കാൻ നേരത്തെ തന്നെ അടുത്തൊരു അറ്റാക്ക് അവരെ തേടി വന്നിരുന്നു. നോക്കാൻ നേരത്ത് 2 വലിയ മോൺസ്റ്റേഴ്സ് ആണ്, ഒരു ഡ്രാഗനും ഒരു ഗോസ്റ്റും അവരെ തേടി വന്നിട്ടുണ്ട്. പെട്ടെന്നായിരുന്നു ആ ഒരു സൗണ്ട് അവർ കേൾക്കുന്നത്. ഡോറി, നീ റെഡിയല്ലേ? പിന്നെ അല്ലാതെ ബ്രോഗി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അറ്റാക്ക് നമ്മുടെ ഡോറിയും ബ്രോഗിയും കൂടെ ചെയ്യുവാണ്. ആ ഒരു അറ്റാക്ക് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന 3 മോൺസ്റ്റേഴ്സ് പെട്ടെന്ന് തന്നെ പെരിശായി പോകും. മൈറ്റി ഷിപ്പായുള്ള ഗ്രേറ്റ് എയർക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പേടിക്കാൻ വേണ്ട. അതിൻ്റെ അകത്തായിട്ട് നമ്മുടെ ക്യാപ്റ്റൻസ് ഉണ്ട്. അപ്പോഴാണ് അവർ മറ്റൊരാളെയും കൂടെ ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മുടെ ഗബാൻ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് പേടിക്കേണ്ട. മൗണ്ട് റൈഡർ ആയ യാസാനും ആ കൂട്ടത്തിലുണ്ട്. ആ ഷിപ്പ് ബേസിക്കലി ഇപ്പൊ ഇൻവിൻസിബിൾ ആണ്. അങ്ങനെ ഗബാനും ഈ ഫൈറ്റിലേക്ക് നേരിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്ത് പറയാനും മറക്കണ്ട. പിന്നെ മറ്റൊരു കാര്യം, അടുത്ത വീക്ക് എന്തായാലും ബ്രേക്ക് ഇല്ല. അതായത് 3ാമത്തെ ചാപ്റ്റർ ആണ് നമുക്ക് അടുപ്പിച്ച് കിട്ടാൻ പോകുന്നത്. ഇനി ഈ വരുന്ന ചൊവ്വാഴ്ച അതുകൊണ്ട് തന്നെ ലീക്സ് ഇറങ്ങുന്നതായിരിക്കും. പിന്നെ വരുന്ന വെള്ളിയാഴ്ച 1145 റിലീസ് ആകുന്നതായിരിക്കും. അതൊന്നും മിസ്സാക്കാതിരിക്കാൻ വേണ്ടി പേജ് ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്.